നമസ്കാരം. ഇന്ന് നമ്മൾ RRB NTPC ജനുവരി 12 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ഷിഫ്റ്റുകളിലായിട്ട് നടന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തപ്പോൾ അന്ന് റിലേറ്റഡ് ഫാക്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഡിസ്കസ് ചെയ്ത ഫാക്റ്റുകൾ ഈ വന്ന ഷിഫ്റ്റിൽ പല ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു കണ്ടു. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗുരു നാനാക്ക് വാസ് ബോൺ ഓൺ വിച്ച് ഡേ? ഗുരു നാനാക്കിൻ്റെ ജനന ദിവസമാണ് ചോദിച്ചത്. 1469 ഏപ്രിൽ 15 ഏപ്രിൽ 15 1469 ഏപ്രിൽ 15 ഗുരു നാനാക്ക് വാസ് ബോൺ ഓൺ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് പോകാം. ഫുൾ ഫോം ഓഫ് WWWC. WWWCയുടെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദിച്ചത്. WWW എല്ലാവർക്കും അറിയാം, വേൾഡ് വൈഡ് വെബ്. അതിൻ്റെ കൂടെ ഒരു സി കൂടിയുണ്ട്, വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം എന്നാണ്. കൺസോർഷ്യം WWWCയുടെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, മിനിമം ഏജ് ഫോർ പഞ്ചായത്ത് മെമ്പർ. പഞ്ചായത്ത് മെമ്പർ ആവാൻ വേണ്ട മിനിമം പ്രായം എത്രയാണ്? 21 വയസ്സ്, 21 ഇയേഴ്സ്. അപ്പോൾ മിനിമം ഏജ് ഫോർ പഞ്ചായത്ത് മെമ്പർ മാത്രമാണ് ചോദിച്ചത്. ഇനിയും ഒരു പക്ഷേ പ്രസിഡന്റ് ആവാൻ, അതുപോലെ വൈസ് പ്രസിഡന്റിന്റെ ഏജ്, ഇതൊക്കെ ചോദിക്കാം. അപ്പോൾ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഗവർണർ, ഇത് മൂന്നിൻ്റെയും ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്, മിനിമം ഏജ് എന്ന് പറയുന്നത് 35 ഇയർ ആണ്, 35 വർഷമാണെന്ന് ഓർക്കുക. അതുപോലെ പ്രൈം മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ, ലോക്സഭാ മെമ്പർ, ഇത് മൂന്നും ഏജ് എന്ന് പറയുന്നത് 25 ആണെന്ന് ഓർക്കുക. അപ്പോൾ തിരിഞ്ഞു പോകരുത്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഗവർണർ മൂന്നും 35, പ്രൈം മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ, ലോക്സഭാ മെമ്പർ, ഇത് മൂന്നും 25 ഇയേഴ്സ് ആണ് എന്ന് ഓർക്കുക. അതേസമയം രാജ്യസഭാ മെമ്പർ ആണെങ്കിൽ 30 ഇയേഴ്സ് ആണെന്ന് കൂടി ഓർക്കുക. രാജ്യസഭാ മെമ്പർ 30 ഇയേഴ്സ് ആണ് എന്ന് കൂടി ഓർക്കുക. ഇനിയും മറ്റൊരു കാര്യം കൂടി, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, MLAയുടെ മിനിമം ഏജ് ചോദിച്ചാലും 25 ഇയേഴ്സ് ആണെന്ന് ഓർക്കുക. അപ്പം ഡിഫറൻറ്റ് ഏജ്, പല പൊസിഷനിലിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ട മിനിമം ഏജ് ലിമിറ്റ് എത്രയാണ് എന്നുള്ള കാര്യം ഓർത്തോളുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യാസ് ഫസ്റ്റ് ന്യൂക്ലിയർ റിയാക്ടർ, ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടറുടെ പേരാണ് അപ്സരയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടർ. അതെവിടെയാണ് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ ബാർക്കിലാണ്, അല്ലേ? ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ, ബാർക്കിലാണ് ഫസ്റ്റ് ന്യൂക്ലിയർ റിയാക്ടർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്സര എന്നാണ് അതിൻ്റെ പേര്. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ഈസ് നോൺ ആസ്. ഹ്യൂമൻ ബിഹേവിയറിനെ പറ്റിയുള്ള പഠനമാണ് സൈക്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. അപ്പോൾ സ്റ്റഡി ഓഫ് ഡിഫറെൻറ്റ് തിങ്സ് പഠിക്കാനുണ്ടായിരുന്നു. സ്റ്റഡി ഓഫ് ബ്ലഡ്, സ്റ്റഡി ഓഫ് കിഡ്നി, സ്റ്റഡി ഓഫ് ലിവർ, സ്റ്റഡി ഓഫ് അങ്ങനെ ഡിഫറെൻറ്റ് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വീണ്ടും ചോദിച്ചു കാണുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ വാസ് ഫൗണ്ടഡ് ഇൻ ദി ഇയർ എന്നാണ് ക്വസ്റ്റ്യൻ. 1784 ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ഫൗണ്ട് ചെയ്തത്. ആരാണ് ഫൗണ്ടർ എന്ന് ചോദിച്ചാൽ സർ വില്യം ജോൺസ് ആണ് ഫൗണ്ടർ, ഓർക്കുക. ഓക്കെ, 1784 ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ഫൗണ്ട് ചെയ്തു. അതിൻ്റെ ഫൗണ്ടർ ആരാണെന്ന് ചോദിച്ചാൽ സർ വില്യം ജോൺസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, MRTP ആക്ട് ഏത് വർഷമാണ് MRTP ആക്ട് വന്നതെന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? MRTP ആക്ട് വന്ന ഇയർ ആണ് 1969. എന്താണ് ഫുൾ ഫോം എന്ന് ചോദിച്ചാൽ മോണോപോളിസ്റ്റിക് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ്. MRTPയുടെ ഫുൾ ഫോം ആണ് മോണോപോളിസ്റ്റിക് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ആക്ട് എന്നാണ്. അതിൻ്റെ വർഷം കൂടി ഓർക്കുക, 1969. അതുപോലെ ഇത് എക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ആക്ട് ആണ്. ഇതുപോലെ എക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേറ്ററി ആക്ട് വന്ന വർഷം 1973, 1973. ഓർക്കുക, ഫെറ എക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ആക്റ്റാണ്. ഇനി അതുപോലെ മറ്റൊരു ആക്റ്റാണ്, ഫെറ റീപ്ലേസ് ചെയ്ത് വന്ന ആക്റ്റാണ് ഫെമ വന്ന വർഷം 1999. ഈ വർഷങ്ങളൊന്ന് ഓർത്തോളുക. MRTP ആക്ട് 1969, ഫെറ ആക്ട് 1973, ഫെമ 1999, 1999. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അജന്ത കേവ് സിറ്റുവേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ഏത് സ്റ്റേറ്റിലാണ് അജന്ത കേവ് എന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്ര. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വീണ്ടും വന്നിരിക്കുന്നു. മഹാരാഷ്ട്ര, അജന്ത കേവ് മഹാരാഷ്ട്രയിലാണ് എന്ന് ഓർക്കുക. നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത്, സർസിക ടൈഗർ റിസർവ് ഏത് സ്റ്റേറ്റിലാണ്? സർസിക ടൈഗർ റിസർവ് ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിച്ചാൽ ഉത്തരം രാജസ്ഥാനിലാണ് സർസിക ടൈഗർ റിസർവ് ഉള്ളത്. അപ്പോൾ രാജസ്ഥാനിലുള്ള മറ്റ് ടൈഗർ റിസർവ്സ് അല്ലെങ്കിൽ നാഷണൽ പാർക്സ് ഏതൊക്കെയാണ്? രാജസ്ഥാനിലെ മറ്റ് ടൈഗർ റിസർവ്സ് അല്ല, നാഷണൽ പാർക്ക് ചോദിച്ചാൽ ഒന്ന് രൺതാംബോർ, അതുപോലെ കിയോ ലഡിയോ ഗാന,
ഇത് രണ്ടും രാജസ്ഥാനിലുള്ള മെയിൻ ആയിട്ടുള്ള നാഷണൽ പാർക്കുകളാണ്, അത് ഓർത്തോളുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് റെസിപ്പിയന്റ് ഓഫ് മെക്സിക്കോസ് ഹയസ്റ്റ് സിവിലിയൻ ഹോണർ 2019 മെക്സിക്കോയുടെ ഹയസ്റ്റ് സിവിലിയൻ ഹോണർ കിട്ടിയത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ പഴയ പ്രസിഡന്റിനാണ്, പ്രതിഭ പട്ടീലിനാണ് 2019 മെക്സിക്കോയുടെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് കിട്ടിയതെന്ന് ഓർക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ജൽ ക്രാന്തി അഭിയാൻ ഏതു വർഷമാണ് ജൽ ക്രാന്തി അഭിയാൻ ലോഞ്ച് ചെയ്തതെന്ന് ചോദിച്ചാൽ 2015 ജൂൺ 5 ആണെന്ന് ഓർക്കുക. ജൽ ക്രാന്തി അഭിയാൻ 2015 ജൂൺ 5. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ വിച്ച് ഇയർ? നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. 1976 1976 നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ന്യൂഡൽഹി എന്ന് ഓർക്കുക. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ ന്യൂഡൽഹി. അടുത്ത ക്വസ്റ്റ്യൻ ആണ് മലബാർ റെബല്യൻ ടുക്ക് പ്ലേസ് ഇൻ ഏത് വർഷത്താണ് മലബാർ റെബല്യൻ നടന്നതെന്നാണ് ക്വസ്റ്റ്യൻ. കേരളത്തിൽ നടന്നതാണല്ലേ. 1921-22 കാലഘട്ടത്തിലാണ് മലബാർ റെബല്യൻ നടന്നത് എന്നോർക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ബഹുരൂപി ഗാന്ധി എന്ന് പറയുന്ന ബുക്കിന്റെ ഓതർ ആരാണ്? ഓതർ ഓഫ് ബഹുരൂപി ഗാന്ധി. ഉത്തരമാണ് അനു ബന്ദോപാധ്യായ്. ഓക്കെ, പേര് ഓർത്തുകൊള്ളുക. ബഹുരൂപി ഗാന്ധി എന്ന് പറയുന്ന ബുക്കിന്റെ ഓതറാണ് അനു ബന്ദോപാധ്യായ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ. നമ്മൾ ലാസ്റ്റ് ദിവസം റിലേറ്റഡ് ഫാക്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത പോയിന്റ് ആയിരുന്നു. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ചോദിച്ചിട്ടുണ്ട്. 1995 1995. അതുപോലെ ജനുവരി 1 1995 ജനുവരി 1 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത്. എവിടെയാണ് WTOയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് ചോദിച്ചാൽ ജനീവയാണ്, സ്വിറ്റ്സർലൻഡ് എന്ന് ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെയും ഹെഡ്ക്വാർട്ടേഴ്സ് ജനീവ തന്നെയാണ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫാക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ബിൽ പാസ്ഡ് ബൈ ബോത്ത് ഹൗസസ് is given to whom? രണ്ട് ഹൗസുകളിലും പാസ്സായ ബില്ല്, പാർലമെന്റിലെ രണ്ട് ഹൗസുകളിലും പാസ്സായ ബില്ല് ആർക്കാണ് കൊടുക്കുന്നത്? പ്രസിഡന്റിനാണ് അല്ലേ. പ്രസിഡന്റിന്റെ ഒപ്പുവെക്കാൻ വേണ്ടി പ്രസിഡന്റിനാണ് സെൻഡ് ചെയ്യുന്നത്. ഈസ് ഗിവൺ ടു പ്രസിഡന്റ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഇസ് ദ ഹെയർ ലൈക്ക് സ്ട്രക്ചർ പ്രസന്റ് ഇൻ ഇൻഡസ്റ്റൈൻ? ഇൻഡസ്റ്റൈനിൽ പ്രസന്റ് ആയിരിക്കുന്ന ഹെയർ ലൈക്ക് സ്ട്രക്ചർ അല്ലെങ്കിൽ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഇസ് നോൺ ആസ് വില്ലായി എന്നാണ് പേര്. ഫിംഗർ ലൈക്ക് അല്ലെങ്കിൽ ഹെയർ ലൈക്ക് പ്രൊജക്ഷൻസ് ഫൗണ്ട് ഇൻസൈഡ് ഇൻഡസ്റ്റൈൻ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് 16ാമത്തെ ലോക്സഭാ സ്പീക്കറുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. 16th ലോക്സഭാ സ്പീക്കർ 16ാമത്താണ് ചോദിച്ചത്. നമുക്കറിയാം ഇപ്പോഴത്തെ അല്ല, അതിന് തൊട്ട് മുമ്പത്തെയാണ്. സുമിത്ര മഹാജനായിരുന്നു 16ാമത്തെ ലോക്സഭാ സ്പീക്കർ. 16ാമത്താണ് ചോദിച്ചിരിക്കുന്നത്. അതേസമയം 17ാമത്തത് അല്ലെങ്കിൽ ഇപ്പോഴത്തേതെന്ന് ചോദിച്ചാൽ ഉത്തരം ഓം ബിർളയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹംപി വാസ് ഡിക്ലെയർഡ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ബൈ ഡാഷ്. ആരാണ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് ഹംപിയെ എന്നാണ് ചോദിച്ചത്. ആരാണ്? യുനെസ്കോ ആണ്. യുനെസ്കോയാണ് ഹംപിയെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തത്. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഇനിയും ഏത് വർഷമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 1986 എന്ന് ഓർക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിന്നർ ഓഫ് ബുക്കർ പ്രൈസ് 2020 ബുക്കർ പ്രൈസ് വിന്നറാണ്. വിന്നറുടെ പേരാണ് ഡഗ്ലസ് സ്റ്റുവർട്ട്. കിട്ടിയ അദ്ദേഹത്തിന്റെ നോവലിന്റെ പേരാണ് ഷുഗി ബെയിൻ എന്നാണ് നോവലിന്റെ പേര്. ഷുഗി ബെയിൻ എന്ന് പറയുന്ന നോവലിനാണ് ബുക്കർ പ്രൈസ് കിട്ടിയത്. ഓതറാണ് ഡഗ്ലസ് സ്റ്റുവർട്ട്. ഓർക്കുക 2020 ബുക്കർ പ്രൈസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഷോർട്ട് കീ ഇൻ എക്സൽ ഫോർ സെലക്ട് സെൽസ് വിത്ത് ആക്റ്റീവ് സെൽ. കംപ്ലീറ്റ് സെല്ലുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഷോർട്ട് കീ എന്താണ്? ഷോർട്ട് കീ ആണ് കൺട്രോൾ എ. എല്ലാ സെല്ലുകളും ഒരുമിച്ച് സെലക്ട് ചെയ്യാൻ വേണ്ടി എക്സൽ യൂസ് ചെയ്യുന്ന കീ ആണ് കൺട്രോൾ എ. അതുപോലെ മറ്റുള്ള കീകൾ നിങ്ങൾ മസ്റ്റായിട്ട് ഓർക്കുക. ഇപ്പം കൺട്രോൾ ബി എന്തിന് യൂസ് ചെയ്യുന്നു? കൺട്രോൾ ബി എന്ന് പറയുന്നത് ലെറ്റർ ബോൾഡ് ആക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ കൺട്രോൾ യു ചോദിച്ചാൽ അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയാണ്, ലെറ്ററിങ് അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. കൺട്രോൾ എസ് എന്തിനാണ്? സേവ് ചെയ്യാനാണ്, ഡോക്യുമെന്റ് സേവ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ കൺട്രോൾ എൻ എന്താണ്? ന്യൂ ഡോക്യുമെന്റ് എടുക്കാനാണ്. അങ്ങനെ മസ്റ്റായിട്ടും ഏറ്റവും എളുപ്പമുള്ള ഷോർട്ട് കട്ട്സ് എങ്കിലും നോക്കി വെച്ചുകൊള്ളുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഹു ഇൻവെന്റഡ് മെർക്കുറി തെർമോമീറ്റർ? മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ച ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഫാരൻഹീറ്റ് ആണ് മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത്. അതേസമയം ക്ലിനിക്കൽ തെർമോമീറ്റർ ആരാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ തോമസ് ആൽബർട്ട് ആണ്
ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചതെന്ന് ഓർക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, നാദിർ ഷാ ഇൻവേഡഡ് ഇന്ത്യ ഇൻ ദ ഇയർ 1738 1738 മെയ് 1 1738 മെയ് 1 നാദിർ ഷാ ഇന്ത്യ ഇവേഡ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സംവാദ് വിത്ത് സ്റ്റുഡൻറ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്ത ഓർഗനൈസേഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. സംവാദ് വിത്ത് സ്റ്റുഡൻറ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തത് ISRO ആണെന്ന് ഓർക്കുക. ISRO ആണ് സംവാദ് വിത്ത് സ്റ്റുഡൻറ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തത്. ഓക്കെ, അടുത്തത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഷിഫ്റ്റ് 1 ജനുവരി 12 ഷിഫ്റ്റ് 1 ചോദിച്ച ചോദ്യങ്ങളാണ്. ഇനി ഷിഫ്റ്റ് 2 ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ, സൗഭാഗ്യ യോജന വാസ് ലോഞ്ച്ഡ് ബൈ വിച്ച് മിനിസ്ട്രി? ഏത് മിനിസ്ട്രിയാണ് സൗഭാഗ്യ യോജന ലോഞ്ച് ചെയ്തതെന്നാണ് ചോദിച്ചത്. സൗഭാഗ്യ യോജന എന്ന് പറയുന്നത് അതിൻ്റെ മറ്റൊരു പേര് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും, പ്രധാനമന്ത്രി സഹജ് ബിജ്ലി ഹർ ഘർ യോജന എന്ന് പറയുന്ന ഒരു യോജനയുണ്ട്. ഇതിൻ്റെ തന്നെ മറ്റൊരു പേരാണ് സൗഭാഗ്യ യോജന. ഇത് ഏത് മിനിസ്ട്രി ആണെന്ന് ചോദിച്ചാൽ മിനിസ്ട്രി ഓഫ് പവർ ആണെന്ന് ഓർക്കുക. മിനിസ്ട്രി ഓഫ് പവർ ആണ് ലോഞ്ച് ചെയ്തത്. 2017 സൗഭാഗ്യ യോജന ലോഞ്ച് ചെയ്തതെന്ന് ഓർക്കുക. അത് ഇലക്ട്രിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട സ്കീമാണെന്ന് ഓർക്കുക, ഇലക്ട്രിഫിക്കേഷൻ ഓഫ് ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ബോർഡർ റോഡ് ഓർഗനൈസേഷൻ വാസ് ഫോംഡ് ഇൻ ദ ഇയർ. ലാസ്റ്റ് ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഇവിടെ ചോദിക്കുകയും ചെയ്തു. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ വാസ് ഫൗണ്ട് ഇൻ ദ ഇയർ. ഏത് വർഷമാണ്? നമ്മൾ ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്തായിരുന്നു 1960 1960 മെയ് 7 എന്നുകൂടി ഓർത്തോളുക. 1960 മെയ് 7 ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ. ഇതിനെ ബേസ് ചെയ്ത് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ബോർഡേഴ്സിലും അതുപോലെ ഹില്ലി ഏരിയാസിലുമൊക്കെ റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്ന ഓർഗനൈസേഷൻ ഏതാണെന്നാണ് പ്രീവിയസ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഞാൻ പറഞ്ഞ ഫാക്ട്സ് ആയിരുന്നു, ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ഫൗണ്ട് ചെയ്ത വർഷം 1960. അതുപോലെ ഹെഡ് ക്വാർട്ടേഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂഡൽഹിയാണ് BROയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്സിജൻ ഹാസ് ഹൈ അഫിനിറ്റി വിത്ത് വിച്ച് ഇൻ ഹ്യൂമൻ ബോഡി? ഹ്യൂമൻ ബോഡിയിലെ എന്തുമായിട്ടാണ് ഓക്സിജന് മാക്സിമം അഫിനിറ്റി ഉള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം ഹീമോഗ്ലോബിനുമായിട്ട് മാക്സിമം അഫിനിറ്റി ഉള്ളതാണ് ഓക്സിജൻ എന്ന് ഓർത്തുകൊള്ളുക. ഇനിയും ഹീമോഗ്ലോബിനിൽ പ്രസന്റ് ആയിരിക്കുന്ന എലമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അയൺ അല്ലെങ്കിൽ ഫെറം. അയൺ ആണ് എലമെന്റ് അല്ലെങ്കിൽ മെറ്റൽ പ്രസന്റ് ഇൻ ഹീമോഗ്ലോബിൻ എന്ന് ഓർക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പെർമനന്റ് സെറ്റിൽമെന്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഹൂം? ആരാണ് പെർമനന്റ് സെറ്റിൽമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ ലോർഡ് കോൺവാലിസ് ആണ് പെർമനന്റ് സെറ്റിൽമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുപോലെ സബ്സിഡറി അലയൻസ് ചോദിക്കാം. സബ്സിഡറി അലയൻസ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണെന്ന് ചോദിക്കാം. അതുപോലെ ഡോക്ട്രിൻ ഓഫ് ലാബ്സ് ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണെന്ന് ചോദിക്കാം. അപ്പോൾ കോൺവാലിസിന്റെ ഉത്തരം പറഞ്ഞു പെർമനന്റ് സെറ്റിൽമെന്റ് കോൺവാലിസ്. സബ്സിഡറി അലയൻസ് ലോർഡ് വെല്ലസ്ലി. അതുപോലെ ഡോക്ട്രിൻ ഓഫ് ലാബ്സ് ഡെൽഹൌസി. ഈ 3 പേരുകളും കൃത്യമായിട്ട് ഒരുമിച്ച് തന്നെ പഠിച്ചോളുക. സബ്സിഡറി അലയൻസ്, പെർമനന്റ് സെറ്റിൽമെന്റ്, ഡോക്ട്രിൻ ഓഫ് ലാബ്സ്, ഇത് 3 കൊണ്ടുവന്ന ആളുകളുടെ പേര്. അടുത്തതായിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ഈസ് കോൾഡ്. ഇത് ഫസ്റ്റ് ഷിഫ്റ്റിലും ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്, സൈക്കോളജി. വീണ്ടും വായിക്കുന്നില്ല. അടുത്തത്, അരുന്ധതി റോയ് ഗോട്ട് ബുക്കർ പ്രൈസ് ഫോർ വിച്ച് ബുക്ക്? ഏത് ബുക്കിനാണ് അരുന്ധതി റോയ്ക്ക് ബുക്കർ പ്രൈസ് കിട്ടിയതെന്നാണ് ക്വസ്റ്റ്യൻ. ഇത് എല്ലാ ഷിഫ്റ്റുകളിലും എനിക്ക് തോന്നുന്നു ആദ്യം മുതൽ നോക്കിയാൽ ഒരു 6-7 തവണ ഈ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത്, ഈ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നും വീണ്ടും ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം കൂടെ ഓർക്കുക, അരുന്ധതി റോയ്ക്ക് ഏത് വർഷമാണ് കിട്ടിയതെന്നും കൂടെ ഓർക്കുക. 1997 1997 എന്ന് ഓർത്തോളുക. 1997 ബുക്കർ പ്രൈസ് കിട്ടിയത് എന്നൊരു ഫാക്ട് കൂടി ഓർത്തോളുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓതർ ഓഫ് അൺടച്ചബിൾ എന്ന് പറയുന്ന ബുക്കിന്റെ ഓതർ ആരാണെന്നാണ് ചോദിച്ചത്. മുൽക്ക് രാജ് ആനന്ദ് ആണ് എന്തിൻ്റെ ഓതർ? ദ അൺടച്ചബിൾസ് എന്ന് പറയുന്ന ബുക്കിന്റെ ഓതർ. ഇനിയും ഇദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു 2 ബുക്കുകളുടെ പേര് കൂടി ഞാൻ പറയുന്നു. കൂലി എന്ന് പറയുന്ന ഫേമസ് ബുക്കിന്റെ ഓതറാണ് മുൽക്ക് രാജ് ആനന്ദ്. അതുപോലെ 2 Leaves and a Bud ഈ ബുക്കിന്റെ ഓതറും മുൽക്ക് രാജ് ആനന്ദാണ്. ഇതിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഓതർ ഓഫ് അൺടച്ചബിൾ എന്ന് പറയുന്ന ബുക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, മനോറ ഫോർട്ട് ഏത് സ്റ്റേറ്റിലാണ്? അപ്പോൾ ഫോർട്ട്സ് ഞാൻ പഠിക്കണമെന്ന് നേരത്തെ പറഞ്ഞതാണ്. തമിഴ്നാട്ടിലെ ഒരു ഫോർട്ടാണ് ഇത്തവണ ചോദിച്ചിരിക്കുന്നത്. മനോറ ഫോർട്ട് ഇൻ തമിഴ്നാട്. അടുത്ത ക്വസ്റ്റ്യൻ, ജയ് ജവാൻ ജയ് കിസാൻ വാസ് given by സ്ലോഗൻ ജയ് ജവാൻ ജയ് കിസാൻ വാസ് given by ലാൽ ബഹദൂർ ശാസ്ത്രി. ഇദ്ദേഹം ആരായിരുന്നു? സെക്കൻഡ്
പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, സെക്കൻഡ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആയിരുന്നു. മാൻ ഓഫ് പീസ് എന്നറിയപ്പെട്ടിരുന്ന ആളാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. അദ്ദേഹത്തെ പറ്റി ചോദിച്ച ചോദ്യം, അദ്ദേഹം കൊടുത്ത സ്ലോഗനാണ് ജയ് ജവാൻ ജയ് കിസാൻ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഫുൾ ഫോം ഓഫ് ഗാറ്റ്, GATT ഫുൾ ഫോം എന്താണ്? ജനറൽ എഗ്രിമെന്റ് ഓൺ ടാരിഫ്സ് ആൻഡ് ട്രേഡ്. ജനറൽ എഗ്രിമെന്റ് ഓൺ ടാരിഫ്സ് ആൻഡ് ട്രേഡ്. ഇത് ഡിഫറെൻറ്റ് കൺട്രീസ് തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ്. 1948 ഈ എഗ്രിമെന്റ് നിലവിൽ വന്നതെന്നും കൂടി ഓർക്കുക. ജനറൽ എഗ്രിമെന്റ് ഓൺ ടാരിഫ്സ് ആൻഡ് ട്രേഡ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആംനസ്റ്റി ഇന്റർനാഷണൽ മെയിൻലി ഫോക്കസ് ഓൺ, എന്തുമായിട്ട് ബന്ധപ്പെട്ട ഓർഗനൈസേഷൻ ആണ് ആംനസ്റ്റി ഇന്റർനാഷണൽ എന്ന് ചോദിച്ചാൽ ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഓർക്കുക. ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഓർഗനൈസേഷനാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ. അതേസമയം എവിടെയാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, ലണ്ടനാണ് ആംനസ്റ്റി ഇന്റർനാഷണലിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് ഓർക്കുക. ഇനിയും ഒരു റിലേറ്റഡ് ഫാക്ട് കൂടി പറയുന്നു. സെക്രട്ടറി ജനറൽ ഓഫ് ആംനസ്റ്റി ഇന്റർനാഷണൽ ആരാണെന്ന് ചോദിച്ചാൽ കുമി നായിഡു എന്ന് ഓർക്കുക. കുമി നായിഡു ആണ് സെക്രട്ടറി ജനറൽ ഓഫ് ആംനസ്റ്റി ഇന്റർനാഷണൽ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. റിഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്നെൽസ് ലോ എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ട ലോ ആണ്? സ്നെൽസ് ലോ ഈസ് റിലേറ്റഡ് ടു റിഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലോ ആണ് സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ എന്ന് ഓർക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മോസ്റ്റ് ബോക്സൈറ്റ് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് ഒഡീഷയാണ് ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്. ഒഡീഷയിലാണ് ഇന്ത്യയിലുള്ള ആകെ ബോക്സൈറ്റ് പ്രൊഡക്ഷൻ്റെ 51% ഒഡീഷയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബോക്സൈറ്റ് എന്ന് പറയുന്നത് ഒരു ഓറാണ്. എന്തിൻ്റെ ഓറാണ്? അലൂമിനിയത്തിൻ്റെ ഓറാണ് ബോക്സൈറ്റ്. അറിയാത്തവർ നോട്ട് ചെയ്തോളുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ക്യാപിറ്റൽ ഓഫ് ഹരിയാന. ഡയറക്റ്റ് ആയിട്ട് ക്യാപിറ്റൽ ചോദിച്ചിട്ടുണ്ട്. ഹരിയാനയുടെ ക്യാപിറ്റൽ ഏതാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഏതാണ് ക്യാപിറ്റൽ? ചണ്ഡീഗഡ് ആണ് ഹരിയാനയുടെ ക്യാപിറ്റൽ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദ വെൽത്ത് ഓഫ് നേഷൻ ബുക്ക് ഓതർ ഓഫ് ദ ബുക്ക് ദ വെൽത്ത് ഓഫ് നേഷൻ. നിങ്ങൾക്കെല്ലാം അറിയുന്ന പേരാണ് വെൽത്ത് ഓഫ് നേഷൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കാണ് വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുന്ന ബുക്കിൻ്റെ ഓതറാണ് ആദം സ്മിത്ത്. ഈ പേര് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. ആദം സ്മിത്ത് ഈസ് നോൺ ആസ് ഫാദർ ഓഫ് എക്കണോമിക്സ് എന്നറിയപ്പെടുന്നു ആദം സ്മിത്ത്. അദ്ദേഹത്തിൻ്റെ ബുക്കാണ് വെൽത്ത് ഓഫ് നേഷൻസ്. അടുത്ത ക്വസ്റ്റ്യൻ ഫുൾ ഫോം ഓഫ് .com എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ കോം സ്റ്റാൻഡ്സ് ഫോർ കൊമേഴ്ഷ്യൽ എന്നാണ് .com സ്റ്റാൻഡ്സ് ഫോർ എന്ന് ഓർക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ് പ്രോട്ടോകോൾ യൂസ്ഡ് ഇൻ WWW വേൾഡ് വൈഡ് വെബ്. WWWയിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രോട്ടോകോൾ ഏതാണെന്ന് ചോദിച്ചാൽ HTTP. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സുകളിലായിട്ട് ഇതിൻ്റെയൊക്കെ ഫുൾ ഫോം ഡിസ്കസ് ചെയ്തായിരുന്നു. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ നേരത്തെ പഠിച്ചതാണ്. ഇതുപോലെ ഡിഫറെൻറ്റ് അബ്രീവിയേഷൻസ് പഠിച്ചിട്ടുണ്ട്. അത് തന്നെ വീണ്ടും ചോദിച്ചിരിക്കുന്നു. പ്രോട്ടോകോൾ യൂസ്ഡ് ഇൻ WWW ഈസ് HTTP. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വിച്ച് സ്റ്റീൽ പ്ലാന്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഛത്തീസ്ഗറിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് ഏത് സ്റ്റീൽ പ്ലാന്റ് ആണ്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും വന്നിരിക്കുന്നു അല്ലേ? ഏതാണ് ഉത്തരം? ഭിലായ് സ്റ്റീൽ പ്ലാന്റ്. ഭിലായ് സ്റ്റീൽ പ്ലാന്റ്. ഇപ്പോൾ ഓരോ സ്റ്റേറ്റിലെയും ഡിഫറെൻറ്റ് സ്റ്റേറ്റിലുള്ള സ്റ്റീൽ പ്ലാന്റുകളെ പഠിക്കാൻ വേണ്ടി ചെറിയ ഒരു കോഡ് പോലെ നമുക്ക് കൊടുക്കാം. ഗ്രോ BDW RBC ഇത് ജർമ്മനി, റൂർക്കേല, ഒഡീഷ. ഇത് B സ്റ്റാൻഡ്സ് ഫോർ ബ്രിട്ടൻ, ദുർഗാപൂർ, വെസ്റ്റ് ബംഗാൾ. R സ്റ്റാൻഡ്സ് ഫോർ റഷ്യ, ഭിലായ്, ഛത്തീസ്ഗഡ്. റഷ്യ, ബൊക്കാറോ, ജാംഷഡ്പൂർ. ഈ ഒരു ടേം യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇത്രയും പറയുന്ന ഡിഫറെൻറ്റ് സ്റ്റീൽ പ്ലാന്റ്സ് ഓർക്കാം. മസ്റ്റായിട്ട് ഇത് പഠിച്ചുകൊണ്ടിരിക്കുക. ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോദിക്കുമെന്ന്, ഇവിടെ ചോദിച്ചു കാണുകയും ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ ആണ് പ്ലാന്റ് ഗ്രോത്ത് ഇസ് മെഷേർഡ് ബൈ വിച്ച് ഇൻസ്ട്രുമെന്റ്? ഓക്സണോമീറ്റർ യൂസ് ചെയ്താണ്. AUXANOMETER ഓക്സണോമീറ്റർ യൂസ് ചെയ്താണ് എന്ത് മെഷർ ചെയ്യുന്നത്? പ്ലാന്റ് ഗ്രോത്ത് മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ജനുവരി 12 പല ഷിഫ്റ്റുകളിലായിട്ട് ചോദിച്ചത്. അപ്പോൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ പല ക്വസ്റ്റ്യൻസും ഈ ഷിഫ്റ്റുകളിലായിട്ട് ചോദിച്ച് കാണുന്നുണ്ട്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ വീഡിയോ കാണുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ അടുത്തൊരു ദിവസം വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.